CPIM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ച പൂർത്തിയായി. അവൈലബിൾ കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം പുതിയ നേതൃത്വത്തെ തീരുമാനിക്കാനുള്ള പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഭരണഘടനാ ഭേദഗതി ചർച്ചയായില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി പുതിയ നേതൃത്വത്തെ തീരുമാനിക്കുന്നതിനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ യോഗം അതെടുക്കുന്ന ഒരു തീരുമാനം എപ്പോഴേക്ക് നമുക്കറിയാം? സുജയ, സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അതിനുശേഷമാണ് പോളിറ്റ് ബ്യൂറോയുടെ ഒരു നിർണായക യോഗം എന്ന് പറയുമ്പോൾ ഇനി CPM-നെ അടുത്ത 3 വർഷക്കാലം ആര് നയിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യോഗം. പുതിയ ജനറൽ സെക്രട്ടറി ആരാകണം, പോളിറ്റ് ബ്യൂറോയിലേക്ക് ആരൊക്കെ വരണം, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ വരണം എന്ന കാര്യത്തിൽ PB അംഗങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ടാക്കുന്ന ഒരു യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു. ഇവിടെ തമക്കം ഹാളിൻ്റെ മറ്റൊരു വശത്താണ് ഏതാണ്ട് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിന് ശേഷമാണ് PB യോഗം ആരംഭിച്ചിരിക്കുന്നത്. PB മുതിർന്ന അംഗങ്ങൾ മുഴുവൻ യോഗത്തിൽ പങ്കെടുക്കുന്നു. ആരാകും അടുത്ത ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ ആണ് പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം. കേരള നേതൃത്വം അല്ലെങ്കിൽ കേരള പാർട്ടി ഒന്നാകെ MA ബേബിയുടെ പേര് ഉയർത്തുന്നു. അശോക് ധാവളയുടെ പേര് പശ്ചിമ ബംഗാളിൽ നിന്ന് ഉയർത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതല്ലാതെ BV രാഘവലുവിൻ്റെ പേര് ഉയർന്ന് വരുന്നുണ്ട്. അതിൽ ആരാണ് വരുന്നത് എന്ന കാര്യത്തിൽ ഒരു ധാരണ ഇന്നത്തെ PB യോഗത്തിലുണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റംഗങ്ങൾ PBയിൽ ആരൊക്കെ വരണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് MA ബേബിക്ക് ഒരു സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം പണ്ടത്തെ പോലെയല്ല പശ്ചിമ ബംഗാളിലെ പാർട്ടിക്ക് അത്ര ശക്തിയുള്ള അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. അശോക് ധാവളയെ സംബന്ധിച്ച് കേരള നേതൃത്വത്തിന് പല തരത്തിലുള്ള എതിർപ്പുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെട്രോ റെയിൽ അല്ലെങ്കിൽ റെയിൽ പോലുള്ള പദ്ധതികൾക്ക് അദ്ദേഹം എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഹൈസ്പീഡ് റെയിൽ വരുന്നതിനുള്ള പ്രതിഷേധങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് അശോക് ധാവള. അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, കാരാട്ടിനെതിരെ പിണറായിക്കെതിരെ മുമ്പ് യെച്ചൂരി നിന്ന സമയത്ത് യെച്ചൂരിക്കൊപ്പം നിന്നയാളാണ് അശോക് ധാവള. അതുകൊണ്ട് കേരള നേതൃത്വം ധാവളയെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. പക്ഷേ MA ബേബിക്കെതിരായ ഒരു നിലപാട് പശ്ചിമ ബംഗാൾ എടുക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം അവർ ഹിന്ദി ബെൽറ്റിൽ MA ബേബി അത്ര സുപരിചിതനല്ല, അല്ലെങ്കിൽ ഹിന്ദി ഭാഷയടക്കം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ബേബിക്ക് അനായാസം അതിന് കഴിയില്ല. അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് തിരിച്ചടിയാകും എന്നതാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള PB അംഗങ്ങളോട് ഇന്നലെയും ഇന്നുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന ഘടകം. അതിന് കേരള നേതൃത്വം പറയുന്ന മറുപടി EMS പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ EMS-ന് അത്ര ഫ്ലുവൻ്റായി ഹിന്ദി അറിയാമായിരുന്നോ, എന്നിട്ടും പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലേ എന്ന കാര്യം പറയുന്നു. പോളിറ്റ് ബ്യൂറോയിലേക്ക് 6 പേർ ഒഴിയും. അതിൽ 6 പേരിൽ ആർക്കെങ്കിലും ഇളവ് വേണോ? 6 പേരെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂട്ടാതെയാണ് 6 പേർ. പിണറായി വിജയന് ഇളവുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. മറ്റ് 6 പേർ ഒഴിയേണ്ടതാണ് 75 വയസ്സ് പ്രായപരിധിയിൽ. അതിൽ ആർക്കെങ്കിലും ഇളവ് കൊടുക്കണോ? വൃന്ദ കരാട്ടിന് ഇളവ് കൊടുക്കണോ, മണിക് സർക്കാരിന് ഇളവ് കൊടുക്കണോ എന്ന കാര്യത്തിലുള്ള ഒരു ധാരണയും ഒരു തീരുമാനവും ഇപ്പോൾ ചേരുന്ന PB യോഗത്തിലുണ്ടാകും. യോഗത്തിന്റെ തീരുമാനങ്ങൾക്കായി വീണ്ടും എത്താം റഹീസിലേക്ക്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുകയാണ്. നിർണായക യോഗമാണ് മധുരയിൽ പുരോഗമിക്കുന്നത്.